ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം 10 എന്ന യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ലൈവ് വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രവർത്തനങ്ങളാണ്, ക്വസ്റ്റ്യൻ ആൻസറും കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ വേണ്ടവർ ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് എന്താ കാണുന്നത്? ഒരു ചിത്രമാണ്. ഒരു വലിയ മരമുണ്ട്, അതിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീകുന്നുണ്ട്. ഒരു താലാബ് അല്ലെങ്കിൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു നദി എന്ന് പറയാം. അവിടെ എന്താണ്, കൊക്കുണ്ട്, പിന്നെ മീനുണ്ട്, പിന്നെ ഇവിടെ കല്ലിൽ ഒരു തവള ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാൻ വന്നിട്ടുണ്ട്. നമ്മൾ എന്താ എഴുതാം? ചിത്രമേ ഏക്ക് നദി ഹേ, ഒരു നദിയുണ്ട്, അല്ലെങ്കിൽ കുളമാണെങ്കിൽ ഏക്ക് താലാബ് ഹേ എന്ന് എഴുതാം. ഓക്കെ, ചിത്രമേ ഏക്ക് താലാബ് ഹേ, താലാബ് കെ കിനാരെ ഏക്ക് പേട് ഹേ. എന്താണ് തീരത്തുള്ളത്? ഒരു വലിയ മരമാണ്. പേട് പർ പത്തേ ഹേ, പേടിൽ എന്തുണ്ട്? ഇലകളുണ്ട്. കുച്ച് പത്തേ പേട് സെ ഗിർത്തേ ഹേ, കുറച്ച് ഇലകൾ ഇങ്ങനെ മരത്തിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. നദിമേ ഏക്ക് ബഗുല ഓർ ദോ മച്ലിയാം ഹേ, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? താലാബ് ഒരു ബഗുല, ഒരു കൊക്കുണ്ട്, അതേപോലെ തന്നെ 2 മീനും ഉണ്ട്. പേടിക്ക് നീച്ചയ്ക്ക് പത്തർ പർ ഏക്ക് മേട്ടക് ഹേ. അപ്പോൾ ഈ പത്തർ എന്ന് പറഞ്ഞിട്ട് കല്ല്, കല്ലിൽ ആരിയ്ക്കുന്നുണ്ട്? ഒരു തവള ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പാഠം നോക്കാം. പാഠത്തിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? धूप सिली तो बिगड़ गई, खतरन खतरन छायाएं, इसमें क्या दृश्य उभर आता है? അപ്പോൾ എന്ത് ദൃശ്യമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്നത്? ഈ ലൈൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ദൃശ്യമാണ് വരുന്നത്? ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായയെ, വെയിലിനെ തുന്നിയപ്പോൾ ചിതറി വീണു നിഴലുകളുടെ കഷ്ണങ്ങൾ. അതാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തെളിയുന്നത്? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേടിക്ക് പത്തിയോൻസെ പേടിക്ക് पत्तियों से टकराकर, पेड़ के पत्तियों से टकराकर धूप ज़मीन पर टुकड़ों में छाया बनाती है. ये छाया ऐसे लगती है जैसे किसी दर्जी ने कपड़े की कतरों की तरह फैला दी है. ഇതാണ് തോന്നുന്നത്. പിന്നെ അടുത്ത് നോക്കാം. मिट्टी रंग हवा पानी को जोड़ा दिया तराश, इससे क्या ताल्पर्य है? ഈ അർത്ഥം ഇതിനെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. पेड़ मिट्टी रंग हवा और पानी को आपस में जोड़ देते हैं. पेड़ प्रकृति के तत्वों को मिलाकर जीवन और सौंदर्य की रचना करते हैं. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. रंग महकी हुई सिलाई, इसका मतलब क्या है? जैसे दर्जी कपड़े सिलते हैं वैसे ही पेड़ फूलों में रंग और खुशबू को छोड़कर सुंदरता रचते हैं. അപ്പോൾ രംഗ് മഹക്ക് की हुई സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രംഗ് നിറം, മെഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം. നിറങ്ങളെ സുഗന്ധത്തോട് തുന്നിച്ചേർത്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജയ്സെ ദർജി കപ്പടെ സിൽത്തേ ഹേ, അതായത് തുന്നൽക്കാരൻ തുണി അല്ലെങ്കിൽ കപ്പട തുണി തുന്നുന്നത് പോലെ പേട് ഫൂലോമേ രംഗ്, പേട് മരങ്ങൾ എന്താണ്? പൂക്കളിൽ എന്താണ്? രംഗ് ഓർ നിറവും അതേപോലെ മണവും നൽകുന്നു. ഇനി വൻ കെ പേടുമേ വൻ കെ സ്വാദ് സിലേ ഹേ, ഇസ്കാ മത്ലബ് ഹേ, അതായത് വനത്തിൽ എന്താണ്? വനത്തിലെ മരങ്ങളിൽ വനത്തിൻ്റെ സ്വാദുണ്ടാവും. കാടിൻ്റെ മരങ്ങളിൽ കാടിൻ്റെ സ്വാദുണ്ടാവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹർ പേടുക്കോ അപ്പിനി വിശേഷ പഹച്ചാൻ ഓർ ഗുൺ ഹോത്താ ഹേ. അപ്പോൾ അതിന് മുമ്പത്തെ ലൈൻ നമ്മൾ പഠിച്ചല്ലോ, മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് ചേർത്ത്, ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ് ചേർത്ത്, പിന്നെ തോട്ടത്തിൻ്റെ സ്വാദ് ചേർത്തു എന്നൊക്കെ നമ്മൾ ആ ഒരു പോയത്തിൽ വായിച്ചല്ലോ, അർത്ഥമൊക്കെ മനസ്സിലാക്കിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഗുണവും ആ ഒരു അറിവും ഉണ്ട് എന്ന്. ഇനി അടുത്തത് എന്താണ്? കവിതാമേ പേട് കിൻ കിൻ കോ സിലാത്ത ഹെ ചുൻക നീച്ചെ ലിഖെ. അപ്പോൾ ഈ കവിതയിൽ എന്തൊക്കെയാണ് എന്തിനെല്ലാമാണ് തുന്നിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗറാണോ? അല്ല, അപ്പോൾ നമുക്ക് ഗറ എഴുതണ്ട.
ഘോസ്ലെ ആണോ? ആണ്, ഘോസ്ലെ നമുക്ക് എഴുതാം. പിന്നെ അടുത്ത എന്താണ്? കപ്പടെ അല്ല, കപ്പടെ തുന്നി ചേർത്തിട്ടില്ല. ഹവായെ എഴുതാം. പിന്നെ ബാദലുണ്ടോ? ബാദലില്ല. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ധൂപ് എഴുതാം. ഓക്കെ, ധൂപ് എഴുതാം. പിന്നെ സാഗർ ഉണ്ടോ? സാഗർ ഇല്ല. ഓക്കെ, സാഗർ ഇല്ല. പിന്നെ ചാന്തുണ്ടോ? ചാന്തില്ല. കിനാര ഉണ്ടല്ലേ, അപ്പോൾ കിനാര ഉണ്ട്. പിന്നെ രാത്തുണ്ടോ? രാത്ത് ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? ജമീന ഉണ്ടോ? അതുണ്ട് അല്ലേ, ജമീനെന്ന് നമുക്ക് എഴുതാം. പിന്നെ സപ്ന ഉണ്ടോ? സപ്ന ഇല്ല. ഫൂലുണ്ടോ? ഫൂലുണ്ട്. കിതാബ് ഉണ്ടോ? കിതാബ് ഇല്ല. പിന്നെന്താ? തിൻക ഉണ്ടോ? തിൻക ഇല്ല. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം? ധൂപ് എഴുതാം, ഘോസ്ലെ എഴുതാം, ഹവായ എഴുതാം, മിട്ടി, പാനി, കിനാര്, ജമീനെ, പൂൾ, അതേ സ്വാദ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അത് നോക്കുക. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത പ്രവർത്തനം സംബന്ധ പഹചാനെ ഓർ ജോഡെ ബനായെ. അപ്പോൾ ഇത് നമ്മൾ ചേരുംപടി ചേർക്കാനാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം ധൂപ് നമുക്കിതിൽ ഏതിനോട് യോജിപ്പിക്കാം? ധൂപ് ചായ. ഓക്കെ. മിട്ടി നമുക്ക് ഏതിനോട് യോജിപ്പിക്കാം? രംഗ്. പാനി നമുക്ക് എന്തിനോട് യോജിപ്പിക്കാം? ആകാശ്. ഫൂൽ പശ്മീന്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. കവിത സെ യെ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. അപ്പോൾ കുറച്ച് വരികളുടെ അർത്ഥമാണ്. അപ്പോൾ നമ്മൾ അർത്ഥം നോക്കിയിട്ട് ആ വരി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് ധൂപ്പ് കെ സിൽനെ സെ ചായ ഹെ ബിഗർ ഗയി ഹെ. ഈ അർത്ഥം വരുന്ന വരികൾ ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ധൂപ് സിരീത്തോ ബിഗർ ഗയി ഖത്തരൻ ചായ ഹെ. അപ്പോൾ ആദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ധൂപ് സിരീത്തോ ബിഗർ ഗയി ഖത്തരൻ ചായ ഹെ. രണ്ടാമത്തേത് പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി. പേട് നിറവും സുഗന്ധവും തുന്നിച്ചേർത്തു എന്നുള്ള അർത്ഥം വരുന്നത്. രംഗ് മഹക്ക് ഹി ഹുയി സിലായി. രംഗ് മഹക്ക് ഹി की हुई सिलाई. इനി മൂന്നാമത്തെ ചോദ്യം പേടിനെ മിട്ടി രംഗ് ഹവ और पानी को तराश के जोड़ा है. അതിൻ്റെ അർത്ഥം എന്താ? മിട്ടി രംഗ് ഹവ പാനി को जोड़ा दिया तराश. ഇനി അടുത്തത് പേടിനെ പ്രത്യേക फल में अपना स्वाद भरा है. आम में आम के स्वाद सिले है जामुन में जामुन के. ഈ വരികളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്. എന്താണ്? മാങ്ങയ്ക്ക് മാങ്ങയുടെ സ്വാദും അതേപോലെ ഞാവൽപ്പഴത്തിൻ്റെ സ്വാദും കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പേടിനെ പ്രത്യേക ഫൽമേ അപ്പിന സ്വാദ് പരാഹേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? നോക്കൂ. ശബ്ദം കാ അപ്പിനി സംബന്ധ പഹചാനെ സിലെ യാ സിലി സെ പൂരാ കരെ. ഒന്നെങ്കിൽ സില അല്ലെങ്കിൽ സിലി, ഇതിൽ നിന്ന് നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മാതൃക കൊടുത്തിട്ടുണ്ട്. സിലെ ഘോസ്ലെ എന്നാണ് കൊടുത്തത്. അതേപോലെ പത്ത് വരുമ്പോൾ എന്താണ്? പത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണം ഉണ്ടല്ലേ. പത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട്, ബഹുവചനമാണ്. അപ്പോൾ നമുക്ക് സിലെ പത്ത് എന്ന് കൊടുക്കാം. കലിയാം എന്താണ്? സിലിയാണ്. നദിയാം എന്താണ്? സിലിയാണ്. പിന്നെ അതേപോലെ തന്നെ ഡാലിയാം എന്നുള്ളതും സിലിയാണ്. ഇത് മാത്രമാണ് സിലെ ഉള്ളത്. ഓക്കെ. ഇനി അടുത്തത് പേഡ്കോ ദർജി ക്യോ കഹാ ഗയാ ഹെ ചർച്ച ചലായെ കവിതാക്ക ആശയിലിക്ക്. അപ്പോൾ പേടിനെ, മരത്തിനെ എന്തുകൊണ്ടാണ് തുന്നൽക്കാരൻ എന്ന് വിളിക്കുന്നത്? അത് എഴുതാനാണ്, കവിതയുടെ ആശയം എഴുതാനാണ്. പേട് പ്രകൃതിക്ക് ദർജി. മരം പ്രകൃതിയുടെ തുന്നൽക്കാരൻ. पेड़ प्रकृति की सजावट में महत्वपूर्ण भूमिका निभाते हैं. പേട് മരം പ്രകൃതിക്ക് സജാവട്ട് എന്ന് പറഞ്ഞാൽ മനോഹരമാക്കാൻ, പ്രകൃതിയെ മനോഹരമാക്കാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. कवि सुशील शुक्ला की कविता पेड़ में पेड़ को प्रकृति की दर्जी के रूप प्रस्तुत किया है. അപ്പോൾ ഇത് എഴുതിയ ആളെ പേര് എഴുതണം നമ്മൾ ആശയം എഴുതുമ്പോൾ. അപ്പോൾ സുശീൽ ശുക്ലയുടെ കവിതയാണ് പേട്. പേടിൽ എന്താണ് പറയുന്നത്? പ്രകൃതിക്ക് ദർജിക്ക് രൂപമേ പ്രസ്തുത ക്രിയ ഹെ. അതായത് മരത്തിനെ ഒരു തുന്നൽക്കാരൻ്റെ രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.
പേട് ഗോസ്ലെ ബനാത്തെ ഹേ. ഗോസ്ലെ ബനാത്തെ ഹേ എന്ന് പറഞ്ഞാൽ കിളിക്കൂടുണ്ടാക്കുന്നു. ധൂപ് ഓർ ഛായാക്കി സന്തുലിത് കർത്തെ ഹേ. വെയിലിനെയും പിന്നെ അതേപോലെ തണലിനെ संतुलित करता है. फूलों को रंग और महक देते हैं. പൂക്കൾക്ക് നിറവും സുഗന്ധവും നൽകുന്നു. ഓർ ഫലോं का स्वाद പ്രദാൻ करते हैं. പിന്നെ പഴങ്ങൾ കാഞ്ചൽ ഓരോന്നിനും അതിൻ്റേതായ സ്വാദ് നൽകുന്നു. पेड़ की सूचनात्मकता और जीवनदायी शक्ति ആദിതി ഹെ. അപ്പോൾ നമ്മുടെ പേടിൻ്റെ ഈ ഒരു എന്താ പറയുക ജീവൻദായി ശക്തി എന്ന് പറയുന്നത് വളരെ മഹത്വപൂർണ്ണമാണ്. വേ പ്രകൃതിക്ക് വിഭിന്ന തത്വों को आपस में जोड़कर जीवन को सुंदर और सुगठित बनाते हैं. അപ്പം ജീവിതത്തിൻ്റെ പ്രകൃതിയുടെ പല പല തത്വങ്ങളെ അത് ഒരുമിച്ച് കൂട്ടാണ് ചെയ്യുന്നത്. പ്രകൃതി മരം എന്താക്കാണ് ഒരുമിച്ച് കൂട്ടാണ് ചെയ്യുന്നത്. ഹമേ പേടോं की प्रति प्यार और उनका संरक्षण करने की आवश्यकता है. നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങളെ സ്നേഹിക്കണം, അതേപോലെ തന്നെ അതിനെ സംരക്ഷിക്കണം. പേട് ഹമാര ജീവൻ കോ സമൃദ്ധ ബനാത്തെ ഹെ. മരമില്ലെങ്കിൽ നമ്മുടെ ജീവിതമൊന്നും പറയണ്ട അല്ലേ. നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ എന്താണ്? മരമാണ്. ഓരോ പര്യാവരണക്ക് സന്തുലിത രഹത്തെ ഹെ. നമ്മുടെ പ്രകൃതിയെ ഇങ്ങനെ സന്തുലിതമായിട്ട് കൊണ്ടുപോകുന്ന ആരാണ്? മരങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലെഴുതാം. ഇനി അടുത്തതൊരു ചോദ്യമാണ്. അടുത്ത എന്താണ്? कविता आपको कैसे लगे? अपना मत प्रकट करते हुए कवि के नाम पत्र लिखे. അപ്പം നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടമായോ? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ രചയിതാവിന് ഒരു കത്ത് എഴുതാനാണ്. അപ്പോൾ നമ്മൾ കത്ത് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കത്ത് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? കത്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സ്ഥലം എഴുതണം, പിന്നെ നമ്മൾ ഡേറ്റ് എഴുതണം അല്ലേ. നമ്മൾ സ്ഥലവും ഡേറ്റും എഴുതണം. ഓക്കെ, 10th ജൂണോ അല്ലെങ്കിൽ 14th ജൂൺ 2025. പിന്നെ ആളെ പേര് പ്രിയ സുശീൽ ജി. സപ്നെ നമസ്തേ, കൈസേ ഹേ, ഉമീദ് ഹേ ആപ്പ് ഖുഷ് ഹേ. ഇങ്ങനെ എന്തൊക്കെയാണ് പിന്നെ സുഖമാണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ആപ്കി കവിത പേട് പഠനേക്ക സൗഭാഗ്യമില്ല. താങ്കളുടെ കവിതയായ പേട് വായിക്കാനുള്ള അവസരം കിട്ടി. ഓക്കെ, യഹ് കവിത ബഹുത്ത് സുന്ദർ ഹെ. ഈ കവിത എന്ന് പറയുന്നത് വളരെ സുന്ദരമായ ഒരു കവിതയാണ്. ഓർ പേടിക്ക് മഹത്വയ്ക്ക് ദർശാത്തി ഹെ. അപ്പം പിന്നെ പ്രകൃതിയുടെ മരത്തിൻ്റെ മഹത്വവും നമ്മളോട് പറഞ്ഞു തരികയാണ്. ആപ്കി കവിതാമേ പേടിക്കോ ദർജിക്ക് രൂപമേ പ്രസ്തുത കർണ ആദൃതി ഹെ. അതായത് താങ്കളുടെ കവിതയിൽ പേടിനെ ഒരു തുന്നൽക്കാരൻ്റെ രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പേട് പ്രകൃതിക്കോ സജാതെ ഹെ. മരം പ്രകൃതിയെ അലങ്കരിക്കുകയാണ്. ഓർ ജീവൻ കോ സുന്ദർ ബനാത്തെ ഹെ. ജീവിതം സുന്ദരമാക്കുന്നു. കവിതാമേ രൂപക അലങ്കാർ കാ സുന്ദർ പ്രയോഗ ഹുവാ ഹെ. ഭാഷ സരൽ എവം ഭാവൂർണ്ണ ഹെ. പിന്നെ ഭാഷയെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതുക. ആപ്കി कविता में पेड़ को दर्जी के रूप में प्रस्तुत करना. आदित्य पेड़ प्रकृति को सजाते हैं और जीवन को सुंदर बनाते हैं. कविता में रूपक अलंकार का सुंदरता प्रयोग हुआ है और भाषा सरल एवं भावपूर्ण है. आशा करता हूँ आप ऐसे ही सुंदर कविताएं लिखते रहे. താങ്കൾ ഇനിയും ഇങ്ങനത്തെ സുന്ദരമായ കവിതകൾ എഴുതട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആപ്കെ പത്ര की प्रतीक्षा में सेवा में മനു ഭോപ്പാൽ മധ്യപ്രദേശ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ മതി. അപ്പോൾ ഒരു ലെറ്റർ എഴുതുമ്പോഴുള്ള ഫോമാറ്റ് നിങ്ങൾക്കറിയാമല്ലോ. പ്ലേസും ഡേറ്റും, പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ ചെയ്യണം, പിന്നെ ലെറ്റർ ബോഡി ഓഫ് ദ ലെറ്റർ, പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വേണം, എന്നിട്ട് സേവാമേ നമ്മുടെ പേരും ഒപ്പിടുക. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ നമ്മൾ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടവർ